ഞായറാഴ്ചയായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞായറാഴ്ചയായിട്ട് നമുക്ക് നമ്മുടെ കാറിന്റെ സർവീസ് ആണെന്ന്. ശരിക്കും നമ്മൾ പോപ്പുലർ ഇല്ലേ, നമ്മുടെ തൊപ്പിച്ചെന്താ പോപ്പുലറാണ് സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 7:51 എനിക്ക് 8:15 കൂടെ എത്തണം. 8:30 അപ്പോയിൻമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തിന് മുമ്പ് വണ്ടി കിട്ടും. ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ചിങ്ങും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വർക്ക് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ സർവീസിലേക്ക് പോകാം. അപ്പോൾ ഞായറാഴ്ച കൂടി നമുക്ക് ഇവിടെ പോവുകയാണ്. ഇന്ന് വേറെ യാത്രകളൊന്നുമില്ല. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ കിലോമീറ്റർ 37,072 ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 7:52. നമുക്ക് നേരെ സർവീസ് സെൻ്ററിലേക്ക് പോവാം. $37,077 മുകിൽ സി 9846. അവരെപ്പോ വരും? അപ്പൊ നമ്മൾ തൊപ്പിച്ചന്തയിലുള്ള പോപ്പുലറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് വെച്ച് താമസിച്ച് വരുമെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ വന്ന് തന്നെ ആൾറെഡി ഒരാളുണ്ട് അവിടെ. ഇനിയിപ്പോൾ എത്ര വണ്ടി പഴയത് കിടപ്പുണ്ടെന്ന് അറിയില്ല സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇട്ടേക്കാം വണ്ടി. Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in my tears. Everything's over. അങ്ങനെ നമ്മൾ സർവീസ് സെൻ്ററിലാണ്. ടോക്കൺ നമ്പർ 2 ആണ്. രണ്ടാമത്തെ വണ്ടിയാണ് നമ്മുടേത്. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും. Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in my tears. Everything's overflowing. Scared that I won't get it right, get it right. My nerves are working overtime, overtime. Tell myself to calm down and breathe. Step out of the shadows, into the fire. Don't be afraid to go out on a wire. Live in the moment, turn it louder. This is what you're made for. You just gotta be fearless. You just gotta be fearless. You just gotta be fearless. കഴിച്ചായിരുന്നോ? 37,079 കഴിഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ പോപ്പുലറിൽ നിന്ന് സർവീസ് കഴിഞ്ഞ് ഇറങ്ങാം കേട്ടോ. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്.
ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. സമയം 2:31 കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കുറേ വർക്കുണ്ട്. ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രധാനമായും ആദ്യം നമുക്ക് എഞ്ചിൻ റൂമിൽ നിന്ന് കാഴ്ചകൾ തുടങ്ങാം. എഞ്ചിൻ റൂമിനകത്ത് ഒരു വിധം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ചിട്ടുണ്ട്. വാഷിംഗ് ടൈമിൽ എന്തോ തുടച്ചെടുത്താണ്. ഒരു ഓയിൽ മയം ഉണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. കൂളൻ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിൻഡ് വാഷിൻ്റെ ആ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് മറ്റ് കാഴ്ചകൾ കാണാം. അപ്പോൾ വാട്ടർ വാഷും കഴിഞ്ഞ് വന്ന് കിടക്കണം കേട്ടോ. പൊടിയാവാനുള്ളത് തന്നെ. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ വീണ്ടും ചെളിയാവും. എന്നാലും വണ്ടി ഏകദേശം 90% ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ സർവീസും നിലവിലുള്ള ഇന്ന് വരെയുള്ള എല്ലാ സർവീസും പോപ്പുലർ തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ വാഹനം എടുത്ത് ഇൻഡസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സർവീസോടെ ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തുള്ളത് പോപ്പുലർ ആയതുകൊണ്ട് തന്നെ പോപ്പുലറിലാണ് സർവീസിനെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താണ് അവസ്ഥ നോക്കട്ടെ. ഇനി ഇതിനകത്തുനിന്നെടുത്ത് സാധനങ്ങളെല്ലാം തിരിച്ച് വയ്ക്കാറുണ്ട്. എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഡിക്കിക്കകത്ത് നമുക്ക് നോക്കാം. വേണ്ട സ്റ്റെപ്പിനിയുണ്ട്. സ്റ്റെപ്പിനിയിൽ അതിനകത്ത് ടയറിലൊക്കെ ഒരു എന്തോ കോട്ടിങ് എന്തോ ഒരു ചെറിയ ജെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിനിയുണ്ട്. സ്റ്റെപ്പിനി ലൂസാണ് കേട്ടോ. അത് കുറച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് നോക്കാം. ക്ലീനാണ്. എല്ലായിടത്തും വാട്ടർ സർവീസ് അത്ര ഓക്കെ ആയിരിക്കില്ല. ഒരു 80%എങ്കിലൊക്കെ ഓക്കെ ആയാൽ കൊള്ളാം. നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബില്ല് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ബില്ല് നമുക്ക് നോക്കാം. 6094 രൂപ കേട്ടോ ബില്ല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. പിന്നെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറേണ്ടി വന്നു കേട്ടോ. കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഗ്യാസ്കറ്റ് മാറിയിട്ടുണ്ട്. സ്ക്രീൻ വാഷ് ഒഴിച്ചിട്ടുണ്ട്. ഗ്രീസ്, കാലിപ്പർ അസംബ്ലി, പ്ലഗ് ഓയിൽ, ഫിൽട്ടർ അസംബ്ലി ഓയിൽ എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. എസ്കലേറ്റർ, EC സ്റ്റാർ AC ഡിസിൻഫെക്ഷൻ. അതായത് AC ഇതിനകത്തുള്ള നമ്മുടെ ആ വെൻ്റെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാബിൻ എയർ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ആൾട്ടെണ്ണൂറിൻ്റെ MGO ICO എന്താണെന്നറിയില്ല. വീൽ സിലിണ്ടർ അസംബ്ലി കേട്ടോ. ഞാൻ പറഞ്ഞ എമൗണ്ട് കൂടിപ്പോയത്. നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ നിൽക്കാത്ത സംഭവം അതാണ് കേട്ടോ. 4 വീലും ഇളക്കി നോക്കിയപ്പോഴത്തേക്കാണ് സംഭവം ബാക്കിലെ 2 ടയറിലെ വീൽ സിലിണ്ടർ അസംബ്ലി കംപ്ലൈൻ്റ് ആണ്. അത് ശരിക്കും ഓയിൽ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നോക്കിയില്ല, എന്തായാലും മാറാൻ പറഞ്ഞു. അങ്ങനെ അത് മാറി. അതിനാണ് നല്ല എമൗണ്ട് വന്നേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ 4 ബ്രേക്ക് പാഡ് മാറാനുണ്ട്. അത് തൽക്കാലം നമുക്ക് ഇനി ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാറണം. പിന്നെ അടുത്ത സർവീസ് വരെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസിൻ്റെ ബില്ല്. വണ്ടിക്കകത്ത് വരികയാണെങ്കിൽ ഡാഷ്ബോർഡ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ AC വെൻറ്റ് ക്ലീനിങ് എന്ന്. ഈ കാണുന്ന എല്ലാ വെൻറ്റുകളും, അവിടുത്തെ വെൻറ്റ്, ഈ 2 വെൻറ്റ്, അതുപോലെ ഈ വെൻറ്റ്, ഇതിനകത്തെല്ലാം ഒരു ഫോം പോലുള്ളൊരു ലിക്വിഡ് ഉപയോഗിച്ച് അതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇതിനകത്ത് നിൽപ്പുണ്ട്. സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു സുഗന്ധമാണ്. പിന്നെ ഓവറോൾ മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. വണ്ടിക്കൊരു ഓടിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ക്ലച്ചിൻ്റെ കേസിൽ ചെറിയ രീതിയിലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് മാറിയില്ലെങ്കിലും ആ ഒരു വീൽ സിലിണ്ടർ അസംബ്ലി മാറിയതിൻ്റെയൊക്കെ ഒരു ചെറിയ വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിലവിൽ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 2:52 കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ചെറിയ വീഡിയോ ആണ്. അതിനകത്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നോ വീഡിയോ റെക്കോർഡിങ് ആൻഡ് നോ ഫോട്ടോ എന്നൊക്കെ. പിന്നെ നമ്മൾ അവരുടെ ആ ഒരു റൂൾ തെറ്റിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ വീഡിയോ എടുക്കാത്തത്. നമ്മൾ 3-4 തവണ വണ്ടിക്ക് അടുത്തേക്ക് പോയി കേട്ടോ. ഈ കംപ്ലയിൻസ് എല്ലാം നമ്മളെ അടുത്ത് വിളിച്ചാണ്, കസ്റ്റമറെ അടുത്ത് വിളിച്ചിട്ടാണ് അവർ റെക്ടിഫൈ ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇങ്ങനെ മാറിക്കോട്ടെ, ഇത്ര എമൗണ്ട് ആവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിന് സർവീസ് സെൻ്ററിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ വാഹനം കിടക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഉൾപ്പെടുത്തരുതെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് വിഷയമുള്ള കേസല്ല, അവരുടെ റൂളാണ്, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സർവീസ് വരുന്നത് 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. 47,000 വരുന്നത്. അതിന് മുന്നേ ഒരു 40,000 ഒക്കെ ആകുമ്പോൾ കൊണ്ടുപോയിട്ട് 4 വീലിലെയും ബ്രേക്ക് പാഡ് മാറണം. അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.